ഹവാമഹൽ എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മഹൽ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മഹൽ 1799 മഹാരാജാവായ സഹായി പ്രസാദ് സിംഗ് ആണ് നിർമ്മിച്ചത്. രാജസ്ഥാനിലെ പ്രശസ്തമായ ചുവന്നതും പിങ്ക് സാൻഡ്സ്റ്റോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഈ ഒരു വാസ്തുവിദ്യ ജയ്പൂർ പിങ്ക് സിറ്റിയുടെ പ്രതീകമാണ്. ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ 953 ചെറുജനലുകളാണ്. ഇവയിലൂടെ കാറ്റ് സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ പാലസിന് ഹവാ മഹൽ എന്ന പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രാജസ്ഥാനിലെ പഴയ കാലത്ത് രാജകുമാരിമാരും രാജസ്ത്രീകളും പുറത്തു നടക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും കാണുവാനായി ഈ ഒരു മഹലിൻ്റെ ടോപ്പിൽ ഇരുന്നു കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകാതെ തന്നെ അവർക്ക് ഈ ഒരു പ്രോഗ്രാം കാണുവാനായിട്ടുള്ള ഒരു വിശ്രമ സങ്കേതമായിട്ടാണ് സ്ത്രീകൾ ഈ ഒരു നിരീക്ഷണ ഗോപുരം യൂസ് ചെയ്തിരുന്നത്. ഹവാ മഹലിൻ്റെ അടുത്ത് പ്രവേശിപ്പിക്കുമ്പോൾ വലിയ ഹാളുകളും തുറന്ന കോർട്ട്യാർഡുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നൂറ്റാണ്ടുകളുടെ വാസ്തു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഈ പാലസ് രാജകീയ ചരിത്രത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുന്നു. ജയ്പൂരിൽ വരുമ്പോൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹവാ മഹൽ. പേര് പോലെ അത്ഭുതം കൊണ്ടും കാറ്റിൻ്റെ സാമീപ്യം കൊണ്ടും നമ്മളെ ആകർഷിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഹവാ മഹൽ. 50 രൂപ ടിക്കറ്റ് നിരക്കുള്ള ഈ ഒരു മഹലിൽ എൻട്രി ഫീസ് ഈ ഒരു മഹലിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ ഒരു മഹലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വാട്ടർ ഫൗണ്ടനും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പ്രധാന ആകർഷണമായ മെയിൻ ഗോപുരം റോഡ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്.